പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 12-ാം മാസത്തിൻ്റെ 19-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധി നമുക്ക് അടുത്തു ചെല്ലാം. 34-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. മനുഷ്യ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും അനുഭവങ്ങളിൽ കൂടെയാണ് ഏവരും കടന്നു പോകുന്നത്. ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയങ്ങൾ വളരെ കുറവാണ്. തൻ്റെ ആയുസ്സിലേറെ കഷ്ടത അനുഭവിച്ച മനുഷ്യനാണ് ഇയ്യോബ്. അതുപോലെ അനവധി ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയ മനുഷ്യനാണ് യിരെമ്യാ പ്രവാചകൻ. ഹൃദയം നുറുങ്ങി ദൈവത്തോട് ചോദിക്കുന്നു, കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്നും പുറത്തു വന്നത് എന്തിന് എന്ന്. ലോകത്തിൽ എവിടെയും നിലവിളിയുടെയും കണ്ണുനീരിൻ്റെയും കഷ്ടതയുടെയും ശബ്ദം മാത്രമേ കേൾക്കുവാനുള്ളൂ. എന്നാൽ തൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ യഹോവയെ വാഴ്ത്തി സ്തുതിക്കുമെന്നാണ് ഭക്തൻ ഇവിടെ അവകാശപ്പെടുന്നത്. ഇങ്ങനെ കഷ്ടതയിൽ സന്തോഷിച്ചവർ ദൈവപ്രവൃത്തി കണ്ട് തൃപ്തി പ്രാപിച്ചവരോ അല്ലെങ്കിൽ അത് പ്രാപിക്കുമെന്നുള്ള വിശ്വാസമുള്ളവരോ ആയിരുന്നു എന്നതാണ് വാസ്തവം. ഒരു അനുഭവ കഥ കേട്ടിട്ടുള്ളത് പ്രകാരമാണ്, വിദേശത്ത് സാമാന്യം നല്ല ജോലി ഉണ്ടായിരുന്ന ഒരുവൻ്റെ ഭാര്യ ആദ്യ നാളുകളിൽ മുൻകോപിയും പോരുകാരിയുമായിരുന്ന തൻ്റെ അമ്മയോടൊപ്പം കഴിയേണ്ടതായി വന്നു. കാര്യമുള്ളതിനും ഇല്ലാത്തതിനും അമ്മ മരുമകളെ കഠിനമായി ഉപദ്രവിക്കുകയും ശാസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പോരിൻ്റെ നടുവിൽ അവൾ പലപ്പോഴും ഏകയായിരുന്നു നിലവിളിക്കുകയും പട്ടിണി കിടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ദിവസം തൻ്റെ ഭർത്താവിൻ്റെ കത്ത് വന്നതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, നീ ഭവനത്തിൽ വളരെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാൽ വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ അടുത്ത മാസം നാട്ടിൽ വരുന്നുണ്ട്. കൂടാതെ അവധി കഴിഞ്ഞ് പോരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോരത്തക്ക നിലയിൽ നിനക്കുള്ള വീസയുമായി കൂടെ കൊണ്ടുവരുന്നുണ്ട് ഞാൻ. ഈ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം സന്തോഷിക്കാൻ തുടങ്ങി, തുള്ളിച്ചാടാൻ തുടങ്ങി. പിന്നെ അവളുടെ ദുഃഖം ഹല്ലേലൂയ, അവളുടെ മുഖം പാടിയില്ല, അവളുടെ ദുഃഖം മാറി. എന്നാൽ അമ്മാവിയമ്മ അവളെ ഓരോ ദിവസവും ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. അവളുടെ ഉപദ്രവം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അവൾ ഉപദ്രവിക്കുമ്പോൾ അവൾ കരയുന്നില്ല, മറിച്ച് മൂളിപ്പാട്ട് പാടിയും ചിരിച്ചും കൊണ്ട് ഉപദ്രവങ്ങളും സഹാരങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് അമ്മാവിയമ്മ കേൾക്കാതെ അവൾ ഹൃദയത്തിൽ ഇങ്ങനെ പറയും, നിങ്ങളുടെ കൊതി തീരെ ഉപദ്രവിച്ചോ, എത്ര കാലം ഇങ്ങനെ ചെയ്യുമെന്ന് കാണാം. ഏറിയാൽ 1 മാസം കൂടെയല്ലേ നിങ്ങൾക്കിങ്ങനെ എന്നെ പീഡിപ്പിക്കുവാൻ കഴിയും. കൂടാതെ സങ്കടം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അവൾ മുറിയിൽ കയറി കതകടച്ച് ആ കത്ത് എടുത്ത് വീണ്ടും വീണ്ടും വായിക്കുകയും സമാധാനം പ്രാപിക്കുകയും ചെയ്യും. പ്രിയ ദൈവവൈതലേ, ഇതുപോലെ ഈ ലോകത്തിൽ നാം ഉപദ്രവങ്ങളും കഷ്ടതകളും വേദനകളും കണ്ണുനീരും സഹിച്ച് മടുക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മോടൊരു ഒരു വാഗ്ദത്ത വചനം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. യേശു ക്രിസ്തു വേഗത്തിൽ വരുമെന്നുള്ള ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ വരുമ്പോൾ ആ കത്ത് എന്ന വേദപുസ്തകം എടുത്ത് കൂടെ കൂടെ നാം വായിക്കണം. നമ്മുടെ മുമ്പിലുള്ള സന്തോഷം അത്ര വലിയ സന്തോഷമാണ്, വലിയ പ്രത്യാശയാണ് നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അടുത്ത നിമിഷം
ക്രൂരമായി കൊല്ലപ്പെടുവാൻ പോകുന്നു എന്നറിയുമ്പോൾ ആർക്കാണ് സന്തോഷിപ്പാൻ കഴിയുന്നത്? എന്നാൽ എക്കാലത്തും ദൈവത്തെ വാഴ്ത്തുമെന്നതിന് ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവ് തന്നെയാണ്. ഇയ്യോബിന് നേരിട്ടതുപോലെയുള്ള പരീക്ഷകളും കഷ്ടതകളും മറ്റൊരു ഭക്തനും ഉണ്ടാകാനിടയില്ല. തൻ്റെ സർവ സമ്പത്തുകളും മക്കളും നഷ്ടപ്പെട്ട്, കൂടാതെ തൻ്റെ ശരീരമെല്ലാം വല്ലാത്ത പരിക്കൽ വ്യാപിച്ച് പുഴുവരിച്ചു. തൻ്റെ ഭാര്യയും തൻ്റെ സ്നേഹിതരും എല്ലാം തന്നെ വെറുത്തു. മരണം പോലും തന്നെ ഉപേക്ഷിച്ചു. അനേകം നാളുകൾ കണ്ണുനീരിൽ ജീവിതം തള്ളി നീക്കി. എന്നാൽ അപ്പോഴും താൻ പറയുന്നത്, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ വാഴ്ത്തി സ്തുതിപ്പാനിടയായി. പൗലോസും ശീലാസും അടികൊണ്ട് ജയിലറയിലായ വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. മൃഗീയ മർദ്ദനത്തിൻ്റെ ഫലമായി തങ്ങളുടെ ശരീരമെല്ലാം മുറിഞ്ഞ് രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ കാലുകൾ ആമത്തിലിട്ട് ബന്ധിച്ചു ഇരുളറയിൽ തള്ളി. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ആർക്കും ദൈവത്തെ ആരാധിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ അവർ അപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതിൽ മടി കാണിച്ചില്ല. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പാടി ആരാധിച്ചു, പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. അതേ ദൈവവേദിലെ എല്ലാ കാലത്തും ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുവാൻ നാം തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ അവൻ ദൈവത്തെ മറക്കുകയും കഷ്ടത വരുമ്പോൾ അവൻ ദൈവമേ എന്ന് വിളിക്കുകയും ചെയ്യുന്നതല്ല. ഏതു നേരത്തും ഭക്തനെ പോലെ ഏതു നേരത്തും എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവവേദിലായി നമുക്ക് മാറാമോ? നിശ്ചയമായി ദൈവം നമുക്കായി അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാകും. അതിന് സംശയം വേണ്ട. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം സ്തോത്രം, ദൈവം നമുക്കായി ചില അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിനാണ്. വാഴ്ത്തി സ്തുതിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, സത്യത്തിലും ആത്മാവിലും വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ കുഞ്ഞെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാകും. ദൈവം പുത്തൻ നന്മകളെ ഒരുക്കുവാനിടയാകും. നമ്മുടെ കണ്ണുകളെ ദിവസത്തിനിടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. നാഥാ, ഈ പ്രഭാതം അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗാഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.